Hallelujah. Hallelujah. Praise the Lord. ക്രിസ്തുയേശുവിൻ്റെ മാധുര്യമേറിയ നാമത്തിൽ സുവാർത്ത റിവൈവൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവനദാസൻ പാസ്റ്റർ റവറൻഡ് ജിബി മാത്യു അവറുകൾ, അദ്ദേഹം അപ്പോസ്തോലിക് പെന്തക്കോസ്റ്റൽ ചർച്ചസ് എന്ന് പറയുന്ന ദേശീയ സഭയുടെ നാഷണൽ കോർഡിനേറ്ററായിട്ടും സേവനമനുഷ്ഠിക്കുന്നു. ഈ സഭയുടേതായ ശുശ്രൂഷൻ ഇവിടെ സന്നിഹിതരായ ധാരാളം ദൈവദാസന്മാർ, എന്നെ അറിയാവുന്ന അനേക ദൈവദാസന്മാർ, ദേശനിവാസികൾ, സഭാജനങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. സ്തോത്രം. തണുപ്പുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. നാട്ടിൽ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും തയ്യാറായിട്ടല്ല വന്നത്. പക്ഷെ എന്നെ തണുക്കുന്നില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഒരു നിമിഷം തലകണമുണക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ തിരുവചനത്തിൻപാകെ അല്പസമയങ്ങൾ താണിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്നതായ വചനം അത് ചെയ്തെടുക്കേണ്ടതായ പ്രവൃത്തികൾ ചെയ്തെടുക്കാതെ മടങ്ങി വരികയില്ലല്ലോ. ആകയാൽ ഇന്ന് രാത്രിയിൽ അവിടുത്തെ വചനം അയച്ച് ഞങ്ങളിൽ ഓരോരുത്തരിലും കർത്താവെ ചെയ്തെടുക്കേണ്ടതായ പ്രവൃത്തികൾ അവിടുന്ന് ചെയ്തെടുക്കുവാൻ ഇടയാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോസ്തോലിക് പെന്തക്കോസ്റ്റൽ ചർച്ചസിൻ്റെ ഒരു അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെയുള്ള പ്രാദേശിക സഭയ്ക്ക് ഇന്ന് കൈമാറുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോസ്തോലിക് പെന്തക്കോസ്റ്റൽ ചർച്ചസ് എന്ന് പറയുന്നത് ദേശീയമായി പ്രവർത്തിക്കുന്ന ഒരു എപ്പിസ്കോപ്പൽ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടേതായ പ്രവർത്തനങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ദേശീയമായി ഇൻഡിപെൻഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെയും സഭകളെല്ലാം ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്ന് ഐക്യമായി ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചത്. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത് ഓൾ ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കാനുള്ളതായ അനുവാദത്തോടു കൂടിയുള്ള ഒരു പ്രസ്ഥാനമാണ്. പ്രധാനമായി ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സുവിശേഷകരായ സഹോദരി സഹോദരന്മാർ, സഭാ ശുശ്രൂഷകന്മാർ, അതുപോലെ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ് തുടങ്ങിയ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ID കാർഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബിഷപ്പുമാരാൽ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പെന്തക്കോസ്ത്. ഇപ്പോൾ ഇന്ത്യ മൊത്തം നമ്മളൊരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ, ഇപ്പോൾ സഭയുടെ ഉദാഹരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് ചെന്നപ്പോൾ ഗവൺമെൻറ് ഓഫീസിൽ പറഞ്ഞു, നിങ്ങളുടെ ബിഷപ്പിൻ്റെ കത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ആ ദൈവദാസന് അങ്ങനെ ഒരാളില്ല കത്ത് കൊടുക്കാൻ. അപ്പം ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള കർത്താവിൻ്റെ ദാസനെ സമീപിച്ച് അദ്ദേഹത്തിന് കത്ത് കൊടുക്കുവാനിടയായി തീർന്നു.
വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് അതുപോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം, മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം. അവിടെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം APC കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് സമർപ്പിക്കുമ്പോൾ, SP ഓഫീസിൽ കളക്ടറേറ്റിലൊക്കെ ഞങ്ങൾ കൊടുക്കുമ്പോൾ അവരിതെല്ലാം നോക്കിയിട്ട് പറയുമൊക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ സഭയുടെ സർട്ടിഫിക്കറ്റൊക്കെ, നിങ്ങളുടെ ഓർഡിനേഷനൊക്കെ അല്ലെങ്കിൽ ID കാർഡെല്ലാം ഒക്കെയാണ്, നിങ്ങൾക്ക് ആരാധിക്കാം. അങ്ങനെ ചില സഭകൾ അടച്ചിടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ പോലീസൊക്കെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ആരാധിക്കാം. എന്നിട്ട് പോലീസ് ഞങ്ങളോട് പറഞ്ഞു, അവിടെയുള്ള ദൈവാസന്മാരുണ്ട്, അദ്ദേഹമൊക്കെ പക്ഷങ്ങളോട് പ്രവർത്തിക്കാം, നമ്മുടെ ജോയ് പാസ്റ്റർ, ഓരോ പ്രാദേശിക സഭയ്ക്കും കൊടുക്കണമെന്ന് പറയും. ഓരോ പ്രാദേശിക സഭയ്ക്കും നിങ്ങളുടെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ 100 കണക്കിന് സഭകൾക്ക്, അവിടെ ലോക്കൽ സഭകൾക്ക്, പ്രാദേശിക സഭകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുക. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ ആരാധന നിയമപരമായിട്ടാണോ നടത്തുന്നത്, അവിടെ ആരാധന നടത്തുന്നയാൾ ഓർഡിനേഷൻ ഉള്ളതാണോ, സർട്ടിഫിക്കറ്റ് ഉള്ളതാണോ, ID കാർഡ് ഉള്ളതാണോ എന്ന് പരിശോധിക്കുമ്പോൾ അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്, ID കാർഡാണ്. അങ്ങനെയുള്ളവർക്ക് ആരാധിക്കാൻ കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ പ്രസിഡന്റിന്റെ അപേക്ഷ കൊടുത്താൽ സമ്മതിക്കുകയില്ല. പ്രസിഡന്റിന്റെ കത്തുകളോ ആരുടെ സർട്ടിഫിക്കറ്റുകളോ ഉണ്ടാൽ ഗവൺമെൻറ് സമ്മതിക്കുകയില്ല. നിങ്ങളുടെ ബിഷപ്പിൻ്റെ കൊണ്ടുവരാൻ പറയും. അതാണ് ഇവിടെ ആയിരിക്കുക, കേരളത്തിലായിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് നൽകിയ ഒരു ദർശനമാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. സമയം വളരെ മുന്നോട്ട് പോയതുകൊണ്ട് ദീർഘമായി ഞാൻ പ്രസംഗിക്കുവാൻ സമയമെടുക്കുന്നില്ല. എങ്കിലും ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. കർത്താവിന് സ്തോത്രം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധനായ പൗലോസ് തീമോഥെയോസിന് ഈ ലേഖനം എഴുതുമ്പോൾ താൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്തു യേശു. പത്രോസ് അപ്പോസ്തലന്മാരൊക്കെ നേരെ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു. പൗലോസ് പറയുന്നത് ക്രിസ്തു യേശു. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ ആദ്യം യേശുവിനെ യേശുവായും പിന്നെ ക്രിസ്തുവായും മനസ്സിലാക്കി. പൗലോസ് നേരെ തിരിച്ച് ക്രിസ്തുവായും പിന്നെ യേശുവായും മനസ്സിലാക്കി. അതാണ് അതിൻ്റെ ഒരു വേദശാസ്ത്രപരമായ കാര്യം. ക്രിസ്തു യേശു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്രിസ്തു യേശു. നിങ്ങളെല്ലാവരും കൂടെ പറയണം കേട്ടോ. നമ്മുടെ ഒരു വാക്യം പഠിക്കാൻ പോവാം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവർക്കും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. പ്രൈസ് ദി ലോർഡ്. ദീർഘമായി ഞാൻ സംസാരിക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വേഗത്തിൽ ഓർപ്പിച്ചു പോകുവാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ പ്രത്യേകമായി എടുത്തു വന്നിരിക്കുന്നത് ഇത് വിശ്വാസ യോഗ്യമായ, അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്നാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവനയാണ് പറയുന്നത്. എന്താണ് ഇത്? എല്ലാവർക്കും അംഗീകരിപ്പാനും വിശ്വസിക്കുവാനും യോഗ്യമായ വചനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പ്രസ്താവന എന്ന് പറയുമ്പോൾ
അത് വേറെ തെളിവുകളൊന്നും ആ പ്രസ്താവനയ്ക്ക് ആവശ്യമില്ല. മനസ്സിലായല്ലോ? സെൽഫ് എവിഡന്റ് ട്രൂത്താണ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകടമായ സത്യമാണത്. എന്ത്? ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുള്ളത് വിശ്വാസയോഗ്യവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. അത് തെളിയിക്കുവാൻ, ആ സത്യം തെളിയിക്കുവാൻ വേറെ ഒന്നിന്റെയും ആവശ്യമില്ല. കർത്താവിന് സ്തോത്രം. അങ്ങനെ വിശ്വാസയോഗ്യമായെന്ന് പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ ബൈബിളിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. അത് വായിക്കാൻ നമുക്ക് സമയമില്ല. കർത്താവിന് സ്തോത്രം. 1 തിമോത്തി 1:15, 4:9 ഒന്ന് വായിച്ചേ. 4:9 വേഗം ഒന്ന് സൂചിപ്പിച്ചു പോകാം. 4:9, 8-9 വായിച്ചേ. ഇത് വിശ്വാസ്യവും 8-ാമത്തെ വാക്യം പോലെ വായിച്ചേ സിസ്റ്ററെ പ്ലീസ്. 8 പോലെ